പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഭയമില്ലാതെയുള്ള അന്ത്യവിളി, നിത്യത സംസാരിക്കുന്നതിന് മുൻപായി ജീവനെ തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തെപ്പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വിളിയുണ്ടാകുന്നത് ഒരു മനുഷ്യൻ്റെ ധൃതിയിൽ നിന്ന് അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. യാക്കോബിൻ്റെ കിണറ്റിനരികെ തളർന്നും ദാഹിച്ചും എന്നാൽ കാത്തിരുന്നും ഇരുന്ന യേശുവിനെ പോലെ അവൻ ഇന്നും മനുഷ്യവർഗത്തിന് മുന്നിൽ നിൽക്കുന്നു. വെള്ളത്തിനല്ല, മറിച്ച് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട്. താൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഇനി ഒരിക്കലും ദാഹിക്കില്ല എന്ന് അവൻ ആ ശമരിയ സ്ത്രീയോടും അവളിലൂടെ ലോകം മുഴുവനോടും പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്നുണ്ടാകുന്ന മുന്നറിയിപ്പുകൾ കോപത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നുള്ളതാണ്. നിത്യത അതിൻ്റെ ഉത്തരം മുദ്രവയ്ക്കുന്നതിന് മുൻപ് രക്ഷകൻ നൽകുന്ന ഒരു ക്ഷണം. ഇത് ആരെയും ഭീഷണിപ്പെടുത്താനുള്ള സന്ദേശമല്ല, മറിച്ച് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. നരകം യാഥാർത്ഥ്യമാണ്, നിത്യത മാറ്റമില്ലാത്തതാണ്. സ്നേഹം സത്യം വിളിച്ചു പറയാൻ നിർബന്ധിക്കുന്നു. യോഹന്നാൻ സ്നാപകനെയും അപ്പസ്തോലന്മാരെയും ചരിത്രത്തിലുടനീളമുള്ള വിശ്വസ്ത ദാസന്മാരെയും പോലെ ഇന്നത്തെ വിശ്വാസികളും അവരുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ശബ്ദമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, അവൻ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അവൻ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, എങ്കിലും നിത്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയിൽ നമ്മൾ നടത്തുന്ന ഓരോ യുദ്ധവും നമ്മുടെ സ്വന്തം നിത്യതയ്ക്കെതിരെയുള്ള യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. തൻ്റെ കേൾവിക്കാരെ നിത്യതയിൽ വീണ്ടും കാണുക എന്നത് മാത്രമാണ് തൻ്റെ ഏക ലക്ഷ്യമെന്ന് ചാൾസ് സ്പർജൻ ഒരിക്കൽ പറഞ്ഞു. അതേ കരച്ചിൽ ഇന്നും മുഴങ്ങുന്നു. വരൂ, രക്ഷിക്കപ്പെടൂ, രൂപാന്തരപ്പെടൂ, ദൈവത്തിനായി ജീവിക്കൂ. ന്യായവിധി നടത്തുന്ന അതേ ദൈവം തന്നെയാണ് കിണറ്റിനരികെ കാത്തിരിക്കുന്നതും. അവൻ്റെ കൈകളിൽ ഇന്നും ജീവജലം ഉണ്ട്. തിരുവചനങ്ങൾ മത്തായി 10:16. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരും ആയിരിപ്പീൻ. ആവർത്തന പുസ്തകം 30:19. ഞാൻ ജീവനെയും മരണത്തെയും അനുഗ്രഹത്തെയും ശാപത്തെയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് ഇന്ന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കുക. എബ്രായർ 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. വെളിപാട് 22:17. ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വവും കൃപയുമുള്ള നിത്യനായ ദൈവമേ, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടും എന്നാൽ ഞങ്ങളെ ജീവനിലേക്ക് വിളിച്ചുകൊണ്ടും ഇരിക്കുന്നതിനായി നന്ദി. നിത്യതയ്ക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമാറാകണമേ. വഞ്ചനയിൽ നിന്നും പാപത്തിൽ നിന്നും അലസതയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഈ വിളി കേൾക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുമാറാകണമേ. ഞങ്ങളെ മാനസാന്തരത്തിലേക്കും പൊതുജനത്തിലേക്കും വിശ്വസ്തമായ അനുസരണത്തിലേക്കും നയിക്കണമേ. അങ്ങയെ മുഖാമുഖം കാണുന്നതുവരെ ഞങ്ങളെ കാക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിൻ്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തൻ്റെ സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ സത്യത്തിലേക്കും കൃപയിലേക്കും നയിക്കുമാറാകട്ടെ.
വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു നിത്യജീവൻ എന്നേക്കുമായി പ്രകാശിക്കുന്നതുവരെ നിങ്ങളിൽ സമൃദ്ധമായി വസിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.